നമ്മൾ ഇന്നിപ്പോൾ വന്നാക്കണത് ഇവിടെ കുറച്ച് ചാണകവെള്ളം ഒഴിക്കാൻ രീതിയാണ്. എല്ലാത്തിനും കഴിഞ്ഞ 3-4 ദിവസമായി ഒഴിച്ചിട്ട് ഇപ്പോൾ പച്ച ചാണകത്തിൻ്റെ കലക്കിയിട്ടേ എല്ലാത്തിനും ഒഴിക്കുമ്പോൾ ഒരു ഉഷാറ് കിട്ടുക ചെടികൾക്കെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാത്തിനും ഒഴിക്കാം. അപ്പോൾ ചാണകവെള്ളം എടുക്കാനായിട്ട് പോയൊക്കെയാണ് ഒരാൾ. വെള്ളം കലക്കാനായിട്ട് ചാണകം കൊണ്ട് നിർത്തി വെള്ളം ഒഴിച്ച് കലക്കി റെഡിയാക്കാം. നിറച്ച് ഒഴിച്ചോ. 3 കപ്പ് ചാണകം ഇട്ടിട്ടുണ്ട്. അതിലേക്കാണ് വെള്ളം ഒഴിച്ചാൽ. എല്ലാത്തിനും മണ്ണിളക്കണ്ട. അതിൻ്റെ ഓരോന്നിൻ്റെ മണ്ണിളക്കാൻ എന്നിട്ട് ഇട്ട് കൊടുക്കാം. ഒഴിക്കണേക്കുമ്പായിട്ട് ഇതിൻ്റെ കടക്കുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ എല്ലാത്തിൻ്റെയും മണ്ണിളക്കി കൊടുക്കാം. കൊത്തമര ഉണ്ടാവൽ കഴിഞ്ഞെന്നാലും ലാസ്റ്റത്തിന് തോന്നി ഉണ്ടായേക്കണം. മുന്തിരിക്ക് ഒരു കുറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. പടർന്ന് കയറട്ടെ. നേരത്തെ കെട്ടി കൊടുത്തേക്ക് 2 സൈഡിലേക്കാണ് കയറണം. അപ്പോൾ ഒരെണ്ണിലോട്ട് കയറട്ടെ. വഴുതനങ്ങ കുഴപ്പമില്ലാണ്ട് നിൽക്കണ്ട് അല്ലേ? മണ്ണിലോട്ട് വേര് പോയിട്ടുണ്ട്. അപ്പം മണ്ണിളക്കലൊക്കെ കഴിഞ്ഞു. ഇനി ചാണകവെള്ളം ഒഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ആൾ. ഒരേ കപ്പ് ഒഴിച്ചോ. നമ്മളെന്തെങ്കിലും വളമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റേതായ ഒരു പുഷ്ടിമ ഇല്ല അല്ലേ? മണ്ണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ അസിഡിറ്റി ഉള്ള മണ്ണാണെന്ന് തോന്നുന്നു. അതായിരിക്കുള്ളൂ ഇങ്ങനെ ഈ ഫലം കുറവ്. അത് നോക്കണ്ട കിട്ടണത്. കുത്തി ഒഴിക്കണം. അത് കുത്തി ഒഴിക്കല്ലേ. അതിങ്ങോട്ട് എടുത്ത് വെക്കായിരുന്നില്ലേ? അത് വള്ളിപ്പയറാണോ? അപ്പോൾ ആ പഴയ പയർ ഇരുന്ന് അടുത്ത് വെച്ചാൽ മതി. അത് കൊടി നീട്ടി തുടങ്ങിയോ? നമ്മുടെ റെഡ് ലേഡി ഇതിനകത്ത് ഡ്രമ്മിനകത്ത് വെച്ചത് അത്ര ഉഷാറില്ല. പക്ഷേ നിലത്തുനിന്ന് ഒരെണ്ണം മുളച്ച് വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ഇതിനേലുമൊക്കെ വലുതായി. ഇതുകൊണ്ട് വാഴയും അതും കൂടി മത്സരമാണ്. ഇപ്പോൾ വാഴയുടെ ഒപ്പം തന്നെ ആരാദ്യം മുകളിലേക്ക് പോകും എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഈ കപ്പക്കും വാഴക്കും ഇത്തിരി കൂടുതൽ ഒഴിക്കണം കേട്ടോ. ഈ മണ്ണിൽ നിൽക്കണേനെ വാഴയൊക്കെ പെട്ടെന്ന് ചാടി വരുമത്. എന്താ റോബസ്റ്റ ഇതിന് കൂടുതൽ ഒഴിക്കണം കേട്ടോ. റോബസ്റ്റ അധികം വൈകാതെ തന്നെ കുലക്കും. അധികം ഉയരം വെക്കില്ല. അതേപോലെ ഇത് ഈ കപ്പയ്ക്ക് പൂവാണ് ഈ വന്നത്. കായാണ് പൂവാണ്. ശരിയാണ് കേട്ടോ. ചിലത് കുറേ പൂവായിട്ട് ആദ്യം ഉണ്ടാവും. പിന്നെ കാ പിടിക്കണ പിന്നീടായിരിക്കുള്ളൂ. ഇന്നും മധുരക്കിഴങ്ങിൻ്റെ അടുത്ത് വരുന്നതൊക്കെയാണ്. മധുരക്കിഴങ്ങുണ്ടായി കാണുന്നതൊരു രസം. നമുക്കേ ഇനി കുമ്മട്ടിയൊക്കെ ഒന്ന് വെച്ച് നോക്കണം അല്ലേ? കുമ്മട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. പക്ഷെ ഇപ്പോൾ ഈ ഉപ്പ് ജലം കയറുന്നുണ്ട് ഇടയ്ക്ക്. അതിൻ്റെ ഒരു പ്രശ്നം മണ്ണിലുണ്ട്. അപ്പോൾ ചില വിളകളൊക്കെ ഉപ്പ് ഒട്ടും പറ്റില്ല. നമ്മുടെ ഡ്രാഗൺ അങ്ങനെ അവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊണ്ട് വെച്ച സമയത്ത് ഇതായിരുന്നു കേട്ടോ ഏറ്റവും തുമ്പത്ത. ഇതിന് ശേഷം 1, 2, 3, 4 എണ്ണം വന്നു കഴിഞ്ഞു. ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് കിട്ടുമ്പോൾ 3 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ തുമ്പത്ത്. ഇത് മുള്ളണ്ട കയ്യിൽ കൊണ്ടല്ലേ. അതുപോലെ ഇത് ഈ ഒരു സാധനം മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ഇത് പുതിയത് വന്നതാണ്.
ഇനി അത് ഉയർന്ന് വരുമ്പോഴേക്കും നമുക്ക് തൂണിട്ട് കയറ്റി കൊടുക്കാം. ഇതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കും ഇവിടെ. ഉണ്ടായി കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ അല്ല നമ്മൾ ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കുക. തളിച്ചു കൊടുക്കുക. ഇത്തിരി കൂടുതൽ വാഴക്കൊക്കെ കൊടുക്കണം കേട്ടോ. വെള്ളം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ഉണങ്ങി കിടക്കും. ചാണകവെള്ളം നേർപ്പിച്ച് തന്നെ ഒഴിക്കണം. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അതിനെയും ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ച്. അങ്ങനെ നിറച്ചൊഴിക്കല്ലേ, അത്രയും വെള്ളം വേണ്ടതിന്. ഡ്രാഗൺ ഫ്രൂട്ടിന് വെള്ളം അധികം വേണ്ടെന്നാണ് തോന്നുന്നത്. മധുരക്കിഴങ്ങിനൊക്കെ ഒഴിച്ചു കൊടുത്താലേ ഉണ്ടായാലോ നന്നായിട്ട്. എല്ലാത്തിനും എത്തിയില്ലേ? വാഴക്കും കപ്പക്കും ഇത്തിരി കൂടുതൽ ഒഴിച്ചു. അപ്പോൾ ആദ്യം കലക്കിയത് തീർന്ന് രണ്ടാമതൊരു തിന്നാക്കി. എല്ലാത്തിനും എത്തിയില്ല, അപ്പോൾ ഒരു പക്കത്തും കൂടി കിട്ടാൻ. ഈ നിലത്ത് മണ്ണിൽ നിൽക്കുന്ന കപ്പക്കും വാഴക്കും ഒഴിച്ചോ കേട്ടോ. കൂടുതൽ ഒഴിച്ചോ, ഒക്കെ ഉഷാറായിട്ട് വരും. സ്വാഭാവികമായ രീതിയിൽ വളരണതാണ് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത്. നമ്മൾ വെച്ച് കൊടുത്തിട്ടേ ഇത് ഡ്രമ്മിലാണല്ലോ, അപ്പോൾ അത് പരിമിതമായ സാഹചര്യങ്ങളാണെന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കും. വാഴക്കൊക്കെ കാണുമ്പോൾ നിന്ന് ഉഷാറായിട്ട് വരും. കണ്ണ് പൊട്ടി തുടങ്ങിയല്ലേ? 3 കണ്ണ് വാഴക്കണ്ണ്, 3 വാഴക്കണ്ണുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഏറെക്കുറെ ചാണകവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കൂടാതെ 2 തെങ്ങുണ്ടായി വെച്ചിട്ടുണ്ട്, അതിന് ഇടയ്ക്ക് വെള്ളം ഒഴിക്കാറുണ്ട്. അതിനെയും വെള്ളം ഒഴിക്കട്ടെ. ഇവിടെയാണ് വെച്ചേക്കണം. ഇതൊരു തൈയാണ്. ഒഴിച്ചതിന് ഇത് വെള്ളം കയറുമ്പോൾ ഇതിൻ്റെ കടയിലോട്ട് വെള്ളമൊക്കെ ഉണ്ടാവും. ഇത് കുഴപ്പമില്ലെന്നാണ് പിടിച്ചാണ്ട്. പുതിയ കൊമ്പ് തന്നെ ഉണ്ട്. അവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇത് ആ പുല്ല് വളർന്നു, ഇഷ്ടംപോലെ പുല്ലുണ്ട്. കുറച്ച് കിടക്കണ പുല്ലാണ് കളഞ്ഞ. പുല്ല് കുറച്ച് എത്തി കളയണം. എന്നാലും പെട്ടെന്ന് വരും. ഇത് പെട്ടെന്ന് ആർത്ത് പിടിക്കത്തില്ല. ഇനി ഉപ്പൊന്നും പ്രശ്നമില്ലെന്നോ അല്ലേ? ഇതിന് ഉപ്പുള്ളൊന്നും പ്രശ്നമില്ലെന്നോ ഈ പുല്ലിന്? വള്ളി അതൊക്കെ കളയാം. മണ്ണതല്ല, ഇളക്കൊള്ളം എന്ത് കേട്ടാലും പിടിക്കും. ഈ ഉപ്പുവെള്ളം കയറിയില്ല, നല്ല വിളവ് കിട്ടിയാണ്. പക്ഷേ പുല്ല് കയറി വരും. പുല്ലേ അപ്പോൾ തെങ്ങിനെയും വെള്ളമൊഴിച്ച് കടമെടുത്ത് ഇന്നത്തെ പണികൾ അങ്ങനെയൊക്കെയാണ്. കുറച്ച് കൊത്തമര ഉണ്ട്, അതും കൂടി പറിക്കണം. വിളഞ്ഞു പോവും. ചെറുനാരങ്ങയൊക്കെ വന്നുണ്ട്. ചെറുനാരങ്ങ വാങ്ങിക്കാം, വെള്ളം കൂട്ടാം. വെള്ളം എടുക്കണം. താഴത്തൊരു പച്ചവെള്ളം കിടക്കണ്ടെന്ന് അതെടുത്ത്. അപ്പോൾ നമുക്ക് നിർത്താലോ. ഇതേ അതിൽ ഒരു കൊത്തമര ഉണ്ട്, അതിൻ്റെ അറ്റത്ത് മുകളിൽ തുമ്പത്ത്. ഇതാണ് ഉയരത്തിലോട്ട് പോയി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചാണക വെള്ളം ഒഴിക്കലും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ നിർത്തിയായി. അപ്പോൾ കൊത്തമരയും എടുത്തിട്ട് പോവുകയാണ്. നിർത്താല. ഓക്കെ. അപ്പോൾ അതേ കുമ്മട്ടിയൊക്കെ ആയിട്ട് വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. ഓക്കെ.